കൂട്ടുകാരെ നമസ്കാരം. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഇടുക്കി ജില്ലയിൽ വണ്ടമ്മേട് എന്ന പഞ്ചായത്തിൽ അടക്കര എന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത്. നമ്മുടെ കക്കപ്പൊടി ഉപയോഗിച്ച ഒരു വർഷമായിട്ട് ഉപയോഗിച്ച നമ്മുടെ ഒരു കർഷകനെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, നമസ്കാരം. നല്ല വിശേഷം. പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ പറമ്പിൽ തന്നെ ഉണ്ടായിരുന്നേ. എങ്ങനെയുണ്ട് സാറ് ഒരു വർഷമായിട്ട് ഇത് ഉപയോഗിച്ചിട്ട്? കക്കപ്പൊടി ഉപയോഗിച്ചതിന്റെ മെച്ചമുണ്ട്. ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ഒരു ഒരേക്കർ 30 സെന്റ് സ്ഥലമാണ്. പകുതി ഭാഗത്ത് ഞാൻ ഉപയോഗിച്ചെന്ന് പറഞ്ഞില്ല, നമുക്ക് റിസൾട്ട് ഒന്ന് പഠിക്കണമല്ലോ. അപ്പം ഞാൻ ഇപ്പൊ ചെയ്തിരിക്കുന്ന കക്ക ഉപയോഗിച്ചിരിക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ഇതിന് നമ്മൾ ആ കേറി വന്ന വഴിയുടെ ഭാഗമില്ല, അവിടെ നമ്മൾ കക്ക ഉപയോഗിച്ചിട്ടില്ല. തമ്മിലുള്ള വ്യത്യാസം ഏകദേശം അറിയാം. ചെടി എന്ന് പറഞ്ഞാൽ ഇപ്പം കായ എടുത്ത് എല്ലാം കഴിഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ്. ഇപ്പം അന്ന് രാജേന്ദ്രൻ വന്ന് നോക്കിയപ്പോഴത്തേന് 4.5 അങ്ങനെയാണോ pH ഉണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ pH നോക്കിയിട്ട് നമുക്ക് ഇതിന്റെ pH കൂടി ഒന്ന് നമുക്ക് നോക്കണം. നമുക്കത് എനിക്കും കൂടി ഒരു ബോധ്യം വരുമല്ലോ. നമ്മൾ ഇതിൽ നമ്മൾ എത്ര നമ്മളിത് ഇതിനെ പറ്റി സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മളിത് ഇറക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് കർഷകർക്ക് ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് ഇറക്കുന്നത്. സാറിനെ പോലുള്ളവർക്ക് കഷ്ടപ്പെട്ട് ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിനനുസരിച്ച് പ്രൊഡക്ഷൻ കിട്ടും. അത് ഇതിപ്പോ നമ്മളിപ്പോ ഒരു വർഷമായിട്ട് വർഷത്തിൽ ഇതിപ്പോ നമ്മൾ കൊടുത്തിരിക്കുന്ന 2 പ്രാവശ്യം നമ്മൾ അപ്ലൈ ചെയ്തിരുന്നു. അപ്പൊ അന്നത്തെ ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് 2 പ്രാവശ്യം അപ്ലൈ ചെയ്തു. ഇപ്പൊ 3ാമത്തെ പ്രാവശ്യത്തിനാണ് ഇപ്പൊ എടുത്തിരിക്കുന്നത്. അപ്പൊ ഒന്ന് നോക്കാം നമുക്ക്. ആദ്യമേ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷമൊക്കെ ഈ വർഷം കുറച്ച് അഴുകലിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് തോട്ടത്തിൽ. വെള്ളത്തിന്റെ കുറച്ച് കൂടുതലുണ്ട്. അതെല്ലാ തോട്ടങ്ങളിലും മുൻകാലത്തേനും നമ്മൾ ഈ ഒരു വർഷത്തിനും മുൻകാലത്തേനും ഉപയോഗിച്ചിട്ട് ഇതിനും ഇതുപോലെ തന്നെ പ്രൊഡക്ഷൻ കിട്ടിയിരുന്നോ അല്ലെങ്കിൽ കിട്ടിയില്ലായിരുന്നു? ഈ വർഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ വീട്ടിലെ മുഴുവൻ ചോലയായിട്ടാണ് കിടക്കുന്നത്. എന്നിട്ട് പോലും നമുക്ക് ന്യായമായിട്ടുള്ള ചിമ്പുണ്ട്. ചെടി ശരാശരി നോക്കുമ്പോഴത്തേനും ഒരു 60 ചിമ്പ് കുറയുന്നില്ല. ഇപ്പൊ ചെയ്ത ഉടനെ നമുക്ക് റിസൾട്ടിനെ പറയാൻ പറ്റുമോ? അതാണ് ഞാൻ പറഞ്ഞ ഒരു 6 മാസം കഴിയട്ടെ. 6 മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ചെടി ഒന്ന് കാണിച്ചു, നല്ല ഇതായിട്ടല്ലേ നിൽക്കുന്നത്. ഇങ്ങനെയാണ് എല്ലാ ആവറേജ് എല്ലാ ചെടികളും ഇങ്ങനെ തന്നെയാണ്. മുൻകാലത്തേനും നല്ലപോലെ മെച്ചപ്പെട്ട് വന്നിട്ടുണ്ട്. ഇത് ടൈപ്പിനാണ് നമ്മൾ ഇതേപോലെ ഒന്നുകൂടി മെച്ചപ്പെട്ട് വന്നിരിക്കുന്നത്. എന്തായാലും സാറിന് നമ്മളെ കൊണ്ട് ഒരു ഗുണം കിട്ടണം, അതുകൊണ്ടാണ് തൃപ്തിയുണ്ട്. കാരണം നമ്മളെന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇവിടത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ വരുന്നു, ഓരോരോ കാര്യങ്ങൾ പറയുന്നു, അതിനനുസരിച്ച് മനുഷ്യൻ അപ്ലൈ ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കുറച്ച് ഏരിയ മാത്രം ഒന്ന് സെപ്പറേറ്റ് ചെയ്തൊന്ന് നോക്കി അതിന്റെ റിസൾട്ട് കണ്ടതിന് ശേഷം കൂടുതൽ ചെയ്യുകയാണ് നല്ലതെന്നുള്ളത്. ഇതിപ്പോ നമ്മൾ ഉപയോഗിക്കുമ്പോൾ സാറേ ഒരു ഡൗട്ട് ഞങ്ങൾ എല്ലാവരോടും പറയാറുള്ള ഒരു കാര്യമാണ്, സൂക്ഷ്മജീവികള് ഇത് ഉപയോഗിക്കുമ്പോ ചാവാതെ നമ്മള് നോക്കേണ്ടത്. ഉമ്മായും അപ്ലൈ ചെയ്ത സമയത്ത് എന്ന് പറഞ്ഞാൽ മണ്ണരകൾ കിടന്ന് പിടക്കുന്ന കാണാം. ഇത് നമ്മൾ അങ്ങനെ ഒരു പ്രശ്നമില്ല. പൊതുവെ ഇപ്പൊ ഒച്ചിന്റെ ഒരു പ്രശ്നമുണ്ട്, ഒച്ചിന്റെ ചെറിയ പ്രശ്നമുണ്ട്. ഇതേ ഉള്ളു കാണുന്നതായിട്ട്. നമുക്ക് മണ്ണിൽ ഇപ്പോഴും ഇതുണ്ടല്ലോ, ഇവിടെ എല്ലാം കുരുപ്പയുണ്ട്, മണ്ണരയൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇതിന് നല്ല ഒരു പ്രോട്ടീൻ കിട്ടണമെന്നുണ്ടെങ്കിൽ കക്കപ്പൊടി ചെല്ലുമ്പോഴാണ് ഇതിനൊരു നല്ലൊരു മണ്ണിന്റെ pH ഒക്കെ ആയി കഴിയുമ്പോഴേക്കും സൂക്ഷ്മ മൂലകങ്ങൾ വലിച്ചെടുക്കാൻ ഉമ്മായം കൊടുത്തു കഴിയുമ്പോഴത്തേന് പെട്ടെന്ന് pH വർദ്ധിക്കും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, നല്ല സൂക്ഷ്മ മൂലകങ്ങൾ നഷ്ടപ്പെടുന്നു, ജീവികൾ ഒരുപാട് നഷ്ടപ്പെടുന്നു. ഏല കൃഷിനെ പറ്റിയിട്ടില്ലേ, എനിക്ക് ഇതിനെ ഒന്ന് ശരിക്കും അറിയില്ല. ഇപ്പൊ എന്റെ അടുത്ത് പലവരും ചോദിച്ചു, ഈ വേറൊരു വീഡിയോ ഞാൻ ഇതിക്ക് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഇത്ര ഇതായില്ല. അപ്പൊ എനിക്കിപ്പോ സാറിനത് കൊടുത്തപ്പോ സാർ എന്നോട് പറഞ്ഞു ഇതിനെ പറ്റിയൊരു കാര്യം ഞാൻ പറഞ്ഞോളാം, എനിക്ക് ഇതിന്റെ ഗുണം കിട്ടി എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞത് എത്രയും താണ്ടി സാറിന് ഞാൻ ഒരു 2 ടൺ സാധനമായിട്ട് ഇവിടെ വരികയും ചെയ്തത്. അപ്പൊ ഇതിനെ പറ്റി ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഇത് എന്താ കൃഷിയെ കുറിച്ച് പൊതുവെ ഒരു ധാരണ ഉണ്ടാക്കി എടുക്കാം അല്ലെ? അതെ എനിക്ക് മറ്റുള്ളവരോട് പറയാലോ. നമുക്ക് അതായത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ കാണിക്കുകയാണെങ്കിൽ ഇതൊരു ചിമ്പെന്ന് പറയുന്നത്, ഇതുപോലെ ഓരോ ചിമ്പുകൾ മുറിച്ചാണ് നമ്മൾ ഏലം കൃഷി ചെയ്യുന്നത്. ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നു, പുതിയ പൊടി കുത്തുന്നു, ഒരു 10 അടി അകലത്തിലേക്കായിട്ട് വെച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ വെക്കുന്നു. വെച്ചതിന് ശേഷം ഇതിൽ നിന്ന് ഇതിങ്ങനെ അവിടേക്ക് ഇവിടേക്കും എല്ലാം മുള പൊട്ടി വരും. ആ മുള പൊട്ടി വരുന്നതാണ് വീണ്ടും ചെടിയായി രൂപപ്പെടുന്നത്. ഇതുപോലെ വലുതാണ് ചെടിയാകുന്നത്. അപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ് വെക്കുമ്പോൾ ഇതുപോലെ ഒരു ചിമ്പേ ഉള്ളൂ, വീണ്ടും ഇതായി വരിക. പിന്നെ അതിൽ നിന്ന് വരുന്നതാണ് ഇതാണ് ചരം. ഈ സാധനം നീണ്ടു വരുന്നതാണ്, അത് ആ വലുതായിട്ട് കിടക്കുന്നത്. ഇതായിട്ട് വലുതായിട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും. അത് അവിടെ നിന്ന് കാ പിടിച്ച് വരും. ഇതിങ്ങനെ ഒരു 10, 38, 40 കൊത്ത് വരെയൊക്കെ ഉണ്ടാവാം. അത് കാ പിടിക്കുന്നതനുസരിച്ച് 10, 20, 25 കായ ഉണ്ടാവാം. അങ്ങനെയാണ് നമ്മൾ ചെയ്തു വരുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ വളർന്ന് 1 വർഷത്തേനാണ് ശരിക്കും പറഞ്ഞാൽ 1-1.5 വർഷത്തേനെ ഇതിന് ആയുസുള്ളൂ. ഇത് നശിക്കുകയാണ്.
ശരി. അപ്പൊ അടുത്ത പുതിയ ജനറേഷൻ ഉണ്ടാകണം. പുതിയ ചിമ്പുകൾ ഉണ്ടായാൽ മാത്രമേ അടുത്ത ഇതുണ്ടാവുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ചെയ്തു കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അത്യാവശ്യം വളങ്ങളെല്ലാം പ്രയോഗിക്കുന്നുണ്ട്. നേരത്തെ രാസവളം നല്ല രീതിയിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പൊ ഞാനിപ്പോ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് ഓർഗാനിക് ഫാം. അപ്പൊ അവിടെ നിന്നാണ് ഞാൻ ഈ ഞങ്ങളും പഠിച്ചില്ല. ഞങ്ങൾ ഒരു വർഷം മുമ്പ് പഠിച്ചിറങ്ങിയതാണ്. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയോണ്ടാണ് നമ്മൾ ഇത് ഇറക്കിയത്. അപ്പൊ ഇതിന്റെ റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് നിങ്ങളെ പോലുള്ള കർഷകരെ നമ്മൾ ബന്ധപ്പെട്ടത്. മനസ്സിലായില്ലേ? എനിക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ ചെടിക്ക് നല്ലൊരു ഉണർവായിട്ടുണ്ട്. ഒരു ചെടി ഒരു മൊത്തത്തിലൊരു ചെടി എടുത്ത് നോക്കിയാൽ കാരണം ഒരു 60 ചിമ്പി കുറയാതുണ്ട് ശരാശരി വരുമ്പോൾ. നമുക്ക് ചിമ്പെണ്ണം കൂടുന്നതനുസരിച്ച് നമുക്ക് ഈൽഡും കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ ഓക്കെ. അതാണ് എന്തായാലും ഇപ്പൊ സാറിന്റെ ഒരു അനുഭവത്തിൽ 10-20 വർഷത്തെ ഈ കൃഷി നടത്തേണ്ട ഒരു അനുഭവത്തിൽ സാറിന് പറയാം, ഇതിക്ക് മുമ്പ് നമ്മള് ഈ ഡോളോമാറ്റ് കുമ്മായം ഒക്കെയാണ് കൂടുതൽ ഇവിടെ ചില കസ്റ്റമേഴ്സ് ഒക്കെ ഞാൻ സംസാരിക്കുമ്പോൾ പറയണത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗുണം സാറിന് ഈ കക്കപ്പൊടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ? ആ കക്കപ്പൊടിയിൽ നിന്ന് ഉറപ്പായിട്ടും കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ പിന്നെ രണ്ടാമത് ഞാനിപ്പോ മേടിക്കുമല്ലോ. കാരണം കഴിഞ്ഞ നമ്മള് ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ എല്ലാരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുമ്മായമാണ് ശരിക്കും മണ്ണിൽ അപ്ലൈ ചെയ്യുന്നത്. ഉണ്ടെന്ന് പറഞ്ഞു. അതൊക്കെയാണ് ചെയ്യുന്നത്. ഡോളോമൈറ്റ് വലിയ അത്ര പ്രശ്നമില്ല. പക്ഷെ കുമ്മായം അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കുള്ള സൂക്ഷ്മജീവികൾ ചാവണം. പിന്നെ ചെറിയ ചെറിയ പൊടിവേരുകളൊക്കെ അതിലേക്കൊക്കെ വീണ് കഴിഞ്ഞാൽ അതൊക്കെ നശിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോഴും തന്നെ വേരിങ്ങനെ പടർന്ന് ഇതുകൊണ്ടോ നമുക്കിപ്പോ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വരെ ഈ തൊണ്ടിനകത്ത് എല്ലാം വേരിറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഇവിടേക്ക് എല്ലാം വേര് വന്നു ഇതുകൊണ്ടോ എല്ലാം ഇങ്ങനെ വേരാ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊന്നും നശിക്കുന്നില്ല. അത് നശിക്കുന്നില്ല. കുമ്മായി ഇടുമ്പോഴാണ് ഈ സാധനം ഇങ്ങനെയുള്ള ഇങ്ങനെ വന്ന സന്ന വേരുകൾ നശിച്ചു പോകണം. ഓക്കെ ഓക്കെ. അപ്പൊ ഇതൊന്ന് ശരിക്കും പറഞ്ഞറിയാനുണ്ട്. കുമ്മായി ഇടുന്ന വേണമെങ്കിൽ അതന്നെ നമ്മളെ കൊണ്ടുവന്ന ഇത്തളപ്പൊടി ഒന്ന് കാണാം. നമ്മുടെ ഇവിടെ ഇത് പച്ചക്കക്കാന്ന് പറയും, നിങ്ങളവിടെ ഇത്തളെന്ന് പറയും. ഇല്ല, ഞങ്ങളും ചില കസ്റ്റമേഴ്സ് പറയണത് ഇത്തള് ഉപയോഗിക്കുന്നത് കുമ്മായത്തിലാണ്. ഞങ്ങൾ പച്ചക്കക്കാന്ന് തന്നെയാണ് പറഞ്ഞ് ഇത് കൊടുക്കണം. ഇത് കൊടുക്കണേ. മറ്റേന്ന് പറഞ്ഞാൽ നീറ്റിക്കക്കായാണ് നീറ്റി കൊണ്ടുവരുന്നത്. അതിൽ കെമിക്കലൊക്കെ ചേർത്തുള്ള ജീവികളൊക്കെ ചാവാനൊരു ഇത് വരുന്നത്. അതെ. ഇപ്പൊ ഇതിപ്പോ നമ്മൾ തന്നിരിക്കുന്ന 30 കിലോത്തിന്റെ അല്ലേ? 30 കിലോയുടെ. ഞാൻ അവിടെ വീട്ടിൽ കുറച്ച് പച്ചക്കറി ഇടുന്നിടത്തേക്ക് കുറച്ച് എടുത്തിട്ട് ബാക്കി ഇരുന്നാ കൊണ്ടുവന്നത്. അപ്പൊ ഇത് നമ്മളിങ്ങനെ ബക്കറ്റിലേക്ക് ഇട്ടിട്ട് എടുക്കുന്നു. അപ്പം നല്ല വെയിറ്റ് ഉള്ള സാധനമാണല്ലോ. നല്ല വെയിറ്റ് ഉണ്ട്. നല്ല വെയിറ്റ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ പരുവത്തിലാണ് ഇത് പൊടിഞ്ഞിരിക്കുന്നത്. പൊടിഞ്ഞ് നമ്മൾ കൊടുക്കണം. അപ്പൊ നമ്മളെന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ഒരു ചെടി ആവറേജ് വലിപ്പം നോക്കിയിട്ട് ഇതുപോലൊരു ചെടിക്ക് നമ്മള് ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന കടയോ ഇടയ്ക്ക് ചെല്ലുന്നതിനോ ഒന്നിനും ഒരു പ്രശ്നമില്ല. ഇതേ രീതിയിൽ തന്നെ ഏകദേശം ഇതിനൊക്കെ ഇത്രയും വലിപ്പമുള്ള ചെടിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 1.5 കിലോയോളം 1.5 കിലോ വരും. ഇപ്പൊ ഇതിപ്പോ സാറിന്റെ അനുഭവത്തിൽ സാറ് പറയോ, ഇതിപ്പോ ഈ ഒരു കണ്ടീഷനിൽ ഇത് കുമ്മായി ഇടുകയാണെങ്കിൽ, ഈ കണ്ടീഷനിൽ ഒരു കുമ്മായി ഇടുകയാണെങ്കിൽ ഇപ്പൊ സാറ് കഷ്ടകാലത്തിന് ഇത് ഇത്ര ഇട്ടു. ഞാനൊരു ഇത് പറയാണ്, ഇത്ര ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് കുമ്മായുടെ പെട്ടെന്ന് ഒരു മഴ പെയ്തു. ഈ മഴ പെയ്തത് എല്ലാം ആ കുമ്മായം വെള്ളത്തോട് വെച്ചിട്ട് പോകൂലേ? പക്ഷെ ഇത് ഇത് പോകണില്ല. ഇത് ക്രിസ്റ്റൽ പോലെ കിടക്കും അല്ലെ? നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിരിക്കുന്ന കണ്ട ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിരിക്കുന്ന റൗണ്ട് എഴുതിയോണ്ട് അത് ഇപ്പോഴും കിടപ്പുണ്ട് അവിടെ തന്നെ. അതാണ് ക്രിസ്റ്റൽ പോലെ. അന്ന് എനിക്ക് കുറച്ചല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തായിട്ടത്. അപ്പൊ ഒരു 1/2 കിലോ 3/4 കിലോ വന്നിട്ടുള്ളൂ. ഇതിപ്പോ നമ്മൾ കൂടുതൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേന് കിടക്കുന്ന ഇതാണ്. ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനി 6 മാസം 1 വർഷം കഴിഞ്ഞാലും ഇത് അതുപോലെ തന്നെ കിടക്കുക. അത് ഞാൻ പലവരും പറയാറുണ്ട്. അപ്പൊ പല കസ്റ്റമറും അങ്ങനെ നമ്മള് ഫോണിൽ കൂടി സംസാരിക്കുമ്പോൾ പലരും പറയും, ഇത് പെട്ടെന്ന് ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ കിട്ടണം എന്ന് പറയും. പക്ഷെ പെട്ടെന്ന് പ്രൊഡക്ഷൻ കിട്ടുന്നത് മഴ പെയ്ത കഷ്ടകാലത്തിൽ ആ പ്രൊഡക്ഷൻ അവിടെ കുറയാണ്. അത് അവർ ചിന്തിക്കണില്ല. പക്ഷെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സസ്യം ഒരു കൊച്ചുപിള്ളാരെ വളർത്തുന്നത് പോലെ തന്നെയാണ്. കുഴിച്ചു വെച്ച് അത് വളർന്നു വന്ന് ഇതിലേക്ക് എത്ര ടൈം എടുക്കണം. മണ്ണിലേക്ക് നമ്മൾ കൂടുതൽ രാസവളങ്ങളും കീടനാശിനിയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ചെയ്യുകയാണ് നല്ലത്. എന്തായാലും കക്കനെ പറ്റി ഞങ്ങൾ ശരിക്കും സ്റ്റഡി ചെയ്തിട്ട് തന്നെയാണ് അതിലൊരു ഗുണം സാറിന് കിട്ടുന്നുണ്ടെന്നാണ്. ഞാൻ രസം എന്താണെന്ന് എന്റെ സുഹൃത്തിന്റെ തൊട്ട് തന്നെയുള്ള തോട്ടമുണ്ട്, പറഞ്ഞിരുന്നല്ലോ. അതിൽ പുള്ളിയോട് ഞാൻ അവർ അപ്ലൈ ചെയ്തില്ല, ഞാൻ മാത്രമേ ചെയ്തുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും ഒരേ സ്ഥലം എടുത്ത് ഒരേപോലെ പണിതിരിക്കും. അതിന്റെ കൂടെ നമുക്ക് ഒരു വീഡിയോ എടുക്കുന്നത് അല്ലെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വ്യത്യാസം നമുക്ക് എടുക്കാം. ഇപ്പൊ കുടഞ്ഞിട്ടാ ഞാൻ സാറിന് പണി അല്ല ഇതിപ്പോ കുടഞ്ഞിട്ടോണ്ടേ മെഷീൻ എടുക്കുന്ന കാര്യം ഓർത്തോണേ.